ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ पैदल चलता हुआ आदमी എന്നുള്ള കവിതയാണ് നോക്കാനായിട്ട് പോകുന്നത്. സ്വപ്നിൽ ശ്രീവാസ്തവാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. അപ്പോൾ पैदल चलता हुआ आदमी എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽനടയായി പോകുന്ന മനുഷ്യൻ അല്ലെങ്കിൽ വ്യക്തി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതിന്റെ സൈഡിലൂടെ കുറെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാം. പിന്നെ അതുപോലെ തന്നെ കുറെ വണ്ടികൾ റോഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ സാധാരണ കൃഷിക്കാർ പോലത്തെ സാധാരണ ആളുകളാണ്. സാധാരണയായിട്ടുള്ള ഓരോ ജോലികൾ ചെയ്യുന്ന അധികം പ്രിവിലേജ്ഡ് അല്ലാത്ത പോലത്തെ ആളുകളാണ്. പക്ഷെ റോഡിലൂടെ പോകുന്ന കാറിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫൈനാൻഷ്യൽ കണ്ടീഷൻ എന്ന് വരുന്ന ആളുകളെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ആ പിക്ചർ ഒന്ന് ഓർത്ത് വെക്കുക, കാരണം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കവിത തന്നെയാണ്. അപ്പോൾ നമുക്ക് കവിതയിലോട്ട് കിടക്കാം. चमकदार सड़क पर चल रहे कारों के हुजूम में कितना निरीह दिख रहा है पैदल चलता हुआ आदमी. चमकदार सड़क पर चल रहे कारों के हुजूम में എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല തിളക്കമുള്ള അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു റോഡില് പോയിക്കൊണ്ടിരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചൽ രഹേ കാറോ കെ ഹുജൂം മേ അതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താണ് കാറുകളുടെ ഹുജൂം എന്ന് വെച്ചാൽ തിരക്ക്. ആ തിരക്കിനിടയിൽ കിത്ന നിരീഹ് ദിഖ് രഹാ ഹെ എത്ര പാവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നിരീഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിചാര പാവം എന്നുള്ള അർത്ഥമാണ്. पैदल चलता हुआ आदमी ആ കാൽനടയായി പോകുന്ന വ്യക്തി. അപ്പോ ആ പോളിഷ്ഡ് ആയ റോഡിലൂടെ നീങ്ങുന്ന ഒരുപാട് തിളക്കമുള്ള കാറുകളും കാണാനുണ്ട്. ആ കാറുകളുടെ ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ ആ സൈഡിലൂടെ കാൽനടയായിട്ട് പോകുന്ന വ്യക്തിയെ എന്തൊരു എന്തൊരു പാവമായിട്ടാണ് തോന്നുന്നത് ഇത്രയും തിരക്കിനിടയിലൂടെ നടക്കുമ്പോഴും. ചമക്ദാർ എന്ന് വെച്ചാൽ തിളങ്ങുന്ന. कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं. കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന വലിയ ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ചും കൂടി സാമ്പത്തികമുള്ള ആളുകളെയാണ്. ഉസേ ഹിക്കാരത് സെ ദേഖ്തേ ഹെ. ഹിക്കാരത്ത് എന്ന് വെച്ചാൽ ഘൃണ, ഒരു വെറുപ്പോട് കൂടിയാണ് ആ കാറിന്റെ ഉള്ളിലുള്ള ആളുകൾ ഈ കാൽനടയായി പോകുന്ന വ്യക്തിയെ നോക്കുന്നത്. ജൈസേ വ കിസി ദൂസരി ദുനിയാ സെ ആയാ ഹുവ ആദ്മി ഹോ. അപ്പം ആ വ്യക്തി വേറെ ഏതോ ഒരു വേറൊരു ലോകത്ത് നിന്ന് വന്ന ഒരു ആളാണ് എന്നുള്ള പോലെയാണ് കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളുകൾ ഈ കാൽനടയായിട്ട് പോകുന്ന വ്യക്തിയെ നോക്കുന്നത്. वे नहीं जानते कि उसके दम पर उनके चेहरे पर रौनक है. वे नहीं जानते അവർക്കറിയില്ല कि उसके दम पर ആ വ്യക്തിയുടെ കഴിവുകൊണ്ട് ആ വ്യക്തിയുടെ സ്ട്രെങ്ത് കൊണ്ടാണ് ഉൻകെ ചെഹരെ പർ റോനക് ഹെ അവരുടെ മുഖത്ത് ഇന്നീ റോനക് ഉള്ളത്, തിളക്കമുള്ളത്. വ അനാജ് ഉഗാന ബന്ദ് കർ ദേ തോ വേ ഭൂഖോ മർ ജായെങ്കെ. ആ വ്യക്തി പണിയെടുക്കുന്നത് നിർത്തുകയാണെങ്കിൽ, ഈ കൃഷി ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ, അനാജ് ഉഗാന എന്ന് വെച്ചാൽ അതാണ്, കൃഷി ചെയ്യുന്നത് നിർത്തുകയാണെങ്കിൽ വേ ഭൂഖോ മർ ജായെങ്കെ ഈ കാറിലിരിക്കുന്ന ആളുകള് വിശന്നിട്ട് അങ്ങനെ മരിച്ചു പോവും, വിശപ്പടക്കാനാകാതെ മരിച്ചു പോവും. ഉൻകെ മക്കാൻ ന ബനായി തോ ഉൻഹെ സിർ ഛിപാനെ കി ജഗ നഹി മിലേഗി. അവരുടെ മക്കാൻ, അവരുടെ ബിൽഡിങ്സ് അല്ലെങ്കിൽ അവരുടെ വീടുകള് ഈ തൊഴിലാളികൾ പണിതില്ല എങ്കിൽ സിർ ഛിപാനെ കി ജഗ നഹി മിലേഗി അവരുടെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു മേൽക്കൂര ഉണ്ടാവില്ല. ഛിപ്പാന എന്ന് വെച്ചാൽ സാധാരണയില് ഒളിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് വീടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു മേൽക്കൂര ഉണ്ടാവില്ല എന്നാണ്. ഉൻഹെ പതാ നഹി കി पैदल चलता हुआ आदमी कितना ताकतवर है. അവർക്ക് അറിയില്ല ഈ കാൽനടയായി പോകുന്ന വ്യക്തി എത്രത്തോളം താക്കത്വർ ആണെന്ന്, എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. വ ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗ ഉൻകെ സാമ്രാജ്യ ഡെഹ് ജായെങ്കെ. എന്നാണോ ആ വ്യക്തിക്ക് ബോധം വരുന്നത്, ഹോഷ് മേ ആ ജായേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഉണരുന്നത്, ഉൻകെ സാമ്രാജ്യ ഡെഹ് ജായെങ്കെ ഈ പണമുള്ള വ്യക്തികൾ കെട്ടിപ്പടുത്ത ആ ഒരു സാമ്രാജ്യം, ഡെഹ് ജാന എന്ന് വെച്ചാൽ നശിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഹോഷ് മേ ആ ജാന എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഈ ബോധം വെക്കുക എന്നുള്ളതല്ല. സത്യത്തിൽ ഈ തൊഴിലാളികൾ അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അറിയുന്ന, അത് നേടാനായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പണക്കാരായ വ്യക്തികൾ ഈ തൊഴിലാളികളെ ഘൃണയോടെ നോക്കിക്കൊണ്ടിരുന്ന അതേ വ്യക്തികൾ തന്നെ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ തകർക്കാനുള്ള കപ്പാസിറ്റിയും ആ ഒരു കഴിവും അതിന് മാത്രമുള്ള ശക്തിയും ഈ തൊഴിലാളികൾക്കുണ്ട്. പക്ഷെ അവരെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും അവരിങ്ങനെ തന്നെ
ജീവിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. അപ്പം അവരെന്നാണോ അവരുടെ അവകാശങ്ങൾ തിരിച്ചറിയുന്നത് അന്ന് ഈ പണക്കാർ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങളൊക്കെ നശിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കവിനെ കുറിച്ച് നോക്കാം. സ്വപ്നിൽ ശ്രീവാസ്തവ്. അദ്ദേഹം 5 ഒക്ടോബർ 1954 ജനിച്ചത്. ഉൻകാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. ഉത്തർപ്രദേശിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ കഹാനി ഓർ സംസ്മരൺ കെ ക്ഷേത്രോ മേ ഉൻകാ യോഗ്ദാൻ ഹെ. കൂടുതലായിട്ടും അദ്ദേഹം കഥകളും അതുപോലെ തന്നെ സംസ്മരൺ എന്ന് വെച്ചാൽ ഓർമ്മക്കുറിപ്പുകളൊക്കെയാണ് എഴുതിയിരുന്നത്. ഇതിന്റെ രണ്ടിന്റെയും ഫീൽഡിലാണ് അദ്ദേഹം കൂടുതലും സാഹിത്യത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈശ്വർ എക് ലാഠി ഹെ, താക് പർ ദിയ സലായി, മുझे दूसरी पृथ्वी चाहिए ആദി ഉൻകി പ്രമുഖ രചനാएं हैं. അപ്പോൾ ഈശ്വർ എക് ലാഠി ഹെ, താക് പർ ദിയ സലായി, മുझे दूसरी पृथ्वी चाहिए തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികൾ. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളാണ് പറയുന്നത്. ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ, ഫിറാഖ് പുരസ്കാർ, റൂസ് കെ അന്താരാഷ്ട്രീയ പുഷ്കിൻ സമ്മാൻ തുടങ്ങിയവയൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.